ഹായ് കൂട്ടുകാരെ, ഇവിടെ നമ്മൾ ദുലാരെ പൽ എന്ന പാഠത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ധൂപ് ആ ഗയി എന്ന കവിത നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് ഒരു ചിത്രകഥയാണ്. ടോമി ഓ മെയിം എന്ന പ്രോയ്ത്തി റായുടെ ഒരു ചിത്രകഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ടോമി ആരായിരിക്കാം? ടോമിയും ഞാനും നോക്കാം. ടോമി ആരാ, ഈ ഞാൻ ആരാ എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു പെൺകുട്ടിയുടെ പടം കൊടുത്തിരിക്കുക അല്ലേ, സുന്ദരിയായിട്ടുള്ള നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ പടം. നല്ല ഫ്രോക്ക് ഇട്ടിട്ടുണ്ട്, നല്ല ഷൂ ഇട്ടിട്ടുണ്ട്, മുടിയൊക്കെ പിന്നി കെട്ടിയിട്ടുണ്ട്. താഴെ എഴുതിയിരിക്കുക മീം നീതു ഹോം, ഞാൻ നീതുവാണ്. ആ പെൺകുട്ടി എന്താ പറയുന്നേ? ഞാൻ നീതുവാണ്. അവൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ നീതുവാണെന്ന് പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പേജിൽ നോക്കിയേ, നീതു രാത്രിയിൽ ഉറങ്ങുക അല്ലയോ? രാത്രിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ജന്നൽ വഴി ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ കാണാം. നീതു ഉറങ്ങുക, മൂടി പൊതച്ച് തലയണയൊക്കെ വെച്ച് ഉറങ്ങുക. വഹ് സർദിയോങ്കി രാത്രി ഥീ, അത് തണുപ്പുള്ളൊരു രാത്രിയായിരുന്നു. എന്നിട്ട് നീതു എന്തെങ്കിലും സൗണ്ട് വല്ലതും കേട്ട് കാണും അല്ലേ? നീതു സൗണ്ട് കേട്ട് താഴത്തെ പടത്തിൽ നോക്കിയേ, ഒരു പട്ടിക്കുട്ടിയുടെ സൗണ്ട് അതാ നീതുവിൻ്റെ ചെവിയിൽ കേട്ടു. ലൈറ്റിൻ്റെ വെട്ടത്തിൽ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയപ്പോൾ ഒരു പട്ടിക്കുട്ടി കിടന്ന് കരയുക. നീതു തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച്, തണുപ്പല്ലേ, തണുപ്പായതുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു ടോർച്ചും കൊണ്ട് പട്ടിയുടെ അടുത്ത് വന്നു. തണുപ്പായപ്പോഴും പട്ടിക്കുട്ടി വിറച്ചിരിക്കണായിരിക്കും അല്ലേ, തണുത്ത് വിറച്ചിരിക്കണായിരിക്കും, അതുകൊണ്ടായിരിക്കും അത് കരഞ്ഞത്. പിന്നെ ഒറ്റയ്ക്കാണ് ആ പട്ടിക്കുട്ടി, കുഞ്ഞു പട്ടിക്കുട്ടിയാണ്. അതുകൊണ്ട് ആ പട്ടിക്കുട്ടി തണുപ്പൊക്കെ ആയതുകൊണ്ട് ഒത്തിരി കിടന്ന് കരയുക. നീതു അടുത്ത പടത്തിൽ എന്താ, നീതു പാലും എന്തോ ഫുഡൊക്കെ കൊടുക്കുന്നു, നല്ല നല്ല ആഹാരങ്ങൾ, അതിന് ഇഷ്ടപ്പെട്ട എന്തോ ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിനെ തറയിലാണോ ഇട്ടിരിക്കുന്നത്? അല്ല, ഒരു ബാസ്ക്കറ്റിൽ, ഒരു കുട്ടയിലൊക്കെ എടുത്ത് വെച്ച് അതിന് പൊതിഞ്ഞ് നല്ല സുന്ദരനായിട്ട് വച്ചിരിക്കുക. നീതു എവിടെയാ പട്ടിയെ കിടത്തിയേ? നീതുവിൻ്റെ അടുത്ത പേജിൽ നോക്കിയേ, നീതു ഉറങ്ങുന്നതിൻ്റെ അടുത്ത് ഒരു ലൈറ്റുണ്ട്. ആ ലൈറ്റിൻ്റെ കീഴിൽ പട്ടിക്കുട്ടിയെ നല്ല സുന്ദരനായിട്ട് കിടത്തി ഒരു കുഞ്ഞു കൂടയിലൊക്കെ എടുത്ത് വെച്ച്, ഒരു കുട്ടയിലൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൽ കിടത്തിയിരിക്കുക. അത് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് താ, അതിന് ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനാണ് ഇഷ്ടം. താഴെ കിടക്കണുണ്ടോ ബിസ്ക്കറ്റൊക്കെ കിടക്കുക. നീതുവിൻ്റെ ചായക്കപ്പൊക്കെ ഇരിക്കുന്നു, അതിൻ്റെ അടുത്തൊരു ചെറിയ ബോളാണെന്ന് തോന്നുന്നു, ബോൾ ഇരിക്കുന്നു. പട്ടിക്കുട്ടിക്ക് ചായ കൊടുക്കുന്നു. അപ്പോൾ അതിന് ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത്ത് പസന്ത് താ, അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത് നീതു എന്തോ ഒരു പച്ചിലയൊക്കെ വെച്ച് കളിപ്പിക്കുക അല്ലേ. മേരെ സാത്ത് ഖേൽന, എൻ്റെ കൂടെ, നീതുവിൻ്റെ കൂടെ കളിക്കും. പങ്കേക്ക് നീച്ചെ സോന, ഫാനിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങും. ഓർ കിതാബ് പഠന, പുസ്തകം പഠിക്കും. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, പുസ്തകം പഠിക്കുന്ന കണ്ടോ, എങ്ങനെയാ പുസ്തകം പഠിക്കുന്നതെന്ന്? പുസ്തകത്തെ വലിച്ചു കീറി കുളമാക്കി വെക്കുമല്ലേ. നമ്മളെ നീതു സ്കൂളിൽ പോകുക, ബാഗൊക്കെ തൂക്കി സ്കൂളിൽ പോകുക. പട്ടിക്കുട്ടി എന്താ ചെയ്യുന്നേ? കൈ തൊഴുതുകൊണ്ടിരിക്കുക അല്ലേ, പോവല്ലേ എന്ന് പറയുന്നതായിരിക്കും അല്ലേ, ടാറ്റ കൊടുക്കുന്നതാണോ? നമുക്ക് നോക്കാം. ഉസെ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹീം ലഗ്താ താ, ഞാൻ പുറത്തു പോകുന്നത് പട്ടിക്കുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നീതു സ്കൂളിൽ നിന്നൊക്കെ വന്ന് അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലയോ. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹ്താ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ഒരു പട്ടിക്കുട്ടിയും നീതുവും, ടോമി എന്ന പട്ടിക്കുട്ടിയും നീതു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും ഒരു ചെറിയ ചിത്രകഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ഓർ നീതുവും
ടോമിയും ഞാനും ഓറെന്ന് വെച്ചാൽ മെയിം ഞാൻ, വഹ് അത്, അവൻ, അവൾ, വഹിന് 3-4 അർത്ഥമുണ്ട്. അവൻ, അവൾ, അത്, എന്ന അർത്ഥമുണ്ട്. സർദി തണുപ്പുള്ള, രാത്ത് രാത്രി, ധ ധി ഥേ ഥീം അതിൻ്റെ അർത്ഥം എന്തുവാ? ആയിരുന്നു, ഉണ്ടായിരുന്നു. ഥ എന്ന് പറഞ്ഞാലും ഥീ എന്ന് പറഞ്ഞാലും ഥേ എന്ന് പറഞ്ഞാലും ധീം എന്ന് പറഞ്ഞാലും ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഉസേ അവന്, ചായ് ചായന്, കാ കേ കി അതൊക്കെ എന്താ? ഇൻ്റെ ഉടെ, സാത്ത് കൂടെ, ബിസ്കുറ്റ് ബിസ്ക്കറ്റ്, ഖാന കഴിക്കുക, ബഹുത് വളരെ, പസന്ത് ഇഷ്ടം, മേരാ മേരേ മേരി എൻ്റെ, ഖേൽന കളിക്കുക, പങ്കെ പങ്ക എന്ന് വെച്ചാൽ ഫാൻ, പങ്ക എന്ന് പറഞ്ഞാൽ മതി, പങ്ക ഫാൻ, കെ നീച്ചെ താഴെ, കെ നീച്ചയുടെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കെ ഊപ്പർ, കെ നീച്ചെ താഴെ, അപ്പോൾ കെ നീച്ചയുടെ ഓപ്പോസിറ്റ് കെ ഊപ്പർ മുകളിൽ, സോന ഉറങ്ങുക, കിതാബ് പുസ്തകം, പഠന വായിക്കുക, ഉസ്സെ അവന്, ബാഹർ പുറത്ത്, ജാന പോകുക, ബിൽക്കുൽ ഒട്ടും, അച്ഛാ നല്ലത്, നഹീം ഇല്ല, അച്ഛാ നഹീം ലഗ്ന ഇഷ്ടപ്പെടാതിരിക്കുക, ഹം ഞങ്ങൾ, ജബ് എപ്പോൾ, സാത്ത് അടുത്ത്, സാത്ത് ഹോന ഒന്നിച്ചുണ്ടായിരിക്കുക അല്ലെങ്കിൽ അടുത്തായിരിക്കുക, തോ അങ്ങനെ, ബഹുത് വളരെ, ഖുഷ് സന്തോഷം. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ടോമി കോൻ ഹേ? ടോമി ഏക്ക് പില്ല ഹേ. പില്ല എന്ന് വെച്ചാൽ പട്ടിക്കുട്ടി, പപ്പി. ടോമി ഒരു പട്ടിക്കുട്ടിയാണ്. ടോമി ഒരു പട്ടിക്കുട്ടിയാണ്. നീതു കോൻ ഹേ? നീതു ആരാണ്? നീതു ഏക്ക് ലഡ്കി ഹേ. നീതു ഒരു പെൺകുട്ടിയാണ്. ലഡ്കി പെൺകുട്ടി. നീതു കോ കിസെ മില? നീതുവിന് ആരെയാ കിട്ടിയത്? നീതു കോ ഏക്ക് പില്ലേക്കോ മില? ഒരു പട്ടിക്കുട്ടിയാണ് കിട്ടിയത്. ടോമിക്കോ ക്യാ ഖാന പസന്ത് ഥാ? ടോമിക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടമുണ്ടായിരുന്നത്? ചായക്ക് സാത്ത് ബിസ്കുറ്റ് ഖാന. ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനാണ് ടോമിക്ക് ഇഷ്ടം. ടോമി നീതുക്കെ സാത്ത് ക്യാ ക്യാ കർത്തേ തേ? ടോമി നീതുവിനോടൊപ്പം എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഖേൽന കളിക്കുമായിരുന്നു. ഭംഗയ്ക്ക് നീച്ച് സോന ഫാനിൻ്റെ താഴെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഓ കിതാബ് പഠന ഒരുമിച്ചിരുന്ന ബുക്ക് വായിക്കുമായിരുന്നു, പുസ്തകം വായിക്കുമായിരുന്നു. ടോമിക്കോ ക്യാ അച്ഛാ നഹീം ലഗ്താ താ? ടോമിക്ക് ഇഷ്ടമില്ലാത്തത് എന്താ? നീതു ബാഹർ ജാന ടോമിക്കോ അച്ഛാ നഹീം ലഗ്താ താ. നീതു പുറത്തു പോകുന്നതൊന്നും ടോമിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ടോമി കബ് ബഹുത് അധിക് ഖുഷ് രഹത്തെ? എപ്പോഴാണ് ടോമിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം? നീതുക്കെ സാത്ത് ഹോത്തേ ഥോ? നീതുവിനോടൊപ്പം ആയിരിക്കുമ്പോഴാണ് ടോമിക്ക് ഇഷ്ടം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല പഠിക്കാൻ. ഇത് പഠന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പാഠം നല്ലപോലെ വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക, ഒത്തിരി തവണ വായിക്കുക. ഹിന്ദി നമുക്ക് മലയാളം പഠിക്കും പോലെ തന്നെയാണ്, എളുപ്പമാണ്. ആ അർത്ഥം പഠിക്കുക. അർത്ഥം പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ പഠിക്കുക, ഒത്തിരി തവണ വായിച്ചു വെക്കുക, നല്ല കുട്ടികളായിരിക്കുക. അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.